AI സാങ്കേതികത ഇപ്പോൾ വലിയ എല്ലായിടത്തും എവിടെയൊക്കെ അപ്ലൈ ചെയ്യാവോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ന്യൂസ് റൂമുകളിൽ പോലും അതിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമയിൽ മമ്മൂട്ടിയെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയെ ആ സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ഒരു ആഗ്രഹത്തിന് മമ്മൂട്ടി യെസ് പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയെ അത് ചെയ്തോളൂ എന്ന് അനുവാദം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AR റഹ്മാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്ന ഒരു പാട്ടിൽ പഴയ 2 പാട്ടുകാരുടെ ശബ്ദം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊണ്ടുവരുന്നു. ഈ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പുതുതായി ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അജിംസ്, എനിക്ക് ഓർമ്മയുണ്ട് പണ്ട്, അതായത് TR റസാക്കിൻ്റെ അനിയനുണ്ട് TA ഷാഹിദ്. അദ്ദേഹം ഈ ജയൻ്റെ വലിയ ആരാധകനാണ്. അപ്പോൾ ജയനെ വെച്ചൊരു സിനിമ എടുക്കണം, പക്ഷേ ജയൻ മരിച്ചുപോയി. അപ്പം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ജയനെ സിനിമയിൽ കൊണ്ടുവരും. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ അന്ന് പ്രസ് മീറ്റിൽ ചോദിച്ചത് അതെങ്ങനെ ജയനായിട്ട് അഭിനയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ആരും അഭിനയിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ജയനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രൊജക്റ്റ് നടന്നില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇത് വന്നപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്, അന്ന് ഈ AI എവിടുന്ന് കണ്ടുപിടിച്ചോ എന്ന് കേൾക്കുന്നു. അപ്പോൾ ഏതായാലും ഇതൊരു ഇപ്പം ഡീപ്പ് ഫേക്കിൻ്റെ കാലമാണ്. സച്ചിൻ്റെ ഡീപ്പ് ഫേക്ക്, അതുപോലെ പല ആളുകളുടെയും ഡീപ്പ് ഫേക്കൊക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഇതൊരു പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലേ? അല്ലേ, ഇതിൽ നമുക്ക് ചില നൊസ്റ്റാൾജി ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നി, ഞാൻ നിഷാദിനോട് പറയായിരുന്നു, സ്വർണ്ണലതയുടെ ഒരു പാട്ട് കേൾക്കണം എന്നുള്ളത്. അവർ മരിച്ചതാണല്ലോ, ആ ശബ്ദം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം അത്രമാത്രം എന്താ പറയുക, ഒരു യൂണീക്കായിട്ടുള്ളൊരു സിംഗറായിരുന്നു സ്വർണ്ണലത. AR റഹ്മാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഷാഹുൽ ഹമീദ് ഈ തമിഴിലെ ഭക്തിഗാനം, മുസ്ലിം ഭക്തിഗാനം പാടിക്കൊണ്ടുവരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആൽബങ്ങളൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ നാഗൂർ അവിടുത്തെ ആളുടെ ഹനീഫ, അദ്ദേഹത്തെ ആ ടൈപ്പ് പാട്ടുകൾ പാടുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഒരു വോയിസ് എങ്ങനെയാണ് AR റഹ്മാൻ്റെ ഒരു പടത്തിന് യോജിക്കുക എന്ന് AR റഹ്മാൻ കണ്ടെത്തുവാണല്ലോ. അപ്പോൾ ഉസ്ലാം പെട്ടി പെൺകുട്ടി എന്നുള്ള പാട്ട്, അപ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള സിംഗേഴ്സിനാണ് AR റഹ്മാൻ അന്നത്തെ കാലത്ത് 90s കൊണ്ടുവരുന്നത്. അത് കാതലനാണെങ്കിലും പിന്നീട് ഈ പറയുന്ന ജെന്റിൽമാനിലാണെങ്കിലും. ഷാഹുൽ ഹമീദിന് എത്രയോ പാട്ട്, അദ്ദേഹം മരിക്കുന്നവർ എത്രയോ പാട്ട് എഴുതി, പാട്ട് പാടിയിട്ടുണ്ട്, എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട് AR റഹ്മാന് വേണ്ടി തന്നെ. അപ്പോൾ അതുവരെ നമ്മൾ SPBയുടെയും യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും മാത്രം പാട്ടുകൾ തമിഴ് കേട്ടുകൊണ്ടിരുന്നിടത്ത് വളരെ ഫോക്ക് ടച്ചുള്ള വോയിസ് കൊണ്ടുവരികയാണ്. ഈ സ്വർണ്ണലത തന്നെ ആലോചിച്ചു. സ്വർണ്ണലതയുടെ ഈ AR റഹ്മാൻ്റെ ആദ്യകാലത്തെ തമിഴ് പടത്തിൽ കാതലൻ, ജെന്റിൽമാൻ പോലുള്ള പടത്തിലൊക്കെ കേൾക്കുമ്പോൾ ഇതെന്ത് ശബ്ദം എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടോപ്പ് നോച്ച് വോയിസാണ്. എന്താണെന്ന് വെച്ചാൽ അവർ മലയാളത്തിന് പിന്നെ പാടിയല്ലോ, എന്തൊരു രസമായിട്ടാണ്. അപ്പോൾ അത്തരം ഗായകരെ കൊണ്ടുവന്നുള്ള ജാസി ഗിഫ്റ്റ് പോലെ. അപ്പോൾ ഈ സ്വരശുദ്ധി എന്താണ്, ഒരു ക്ലിനിക്കൽ പെർഫെക്ഷനുള്ള ശബ്ദം എന്നതിനൊക്കപ്പുറം മനോഹാരിത ശബ്ദത്തിനുണ്ട്, പാട്ടുകൾക്കുണ്ട്, ഗായകർക്കുണ്ട് എന്ന് AR റഹ്മാൻ തെളിയിക്കുകയാണ് ചെയ്തത്. അത്തരം ശബ്ദങ്ങളെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നുവാണ് അവരൊക്കെ മരിച്ചു, അവരുടെ ശബ്ദം ഒന്നുകൂടി കൊണ്ടുവരാം. ഇപ്പോൾ ബംബ പാക്കിയ എന്ന് പറയുന്ന ഭാഗ്യരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒരു വേറെ ടൈപ്പ് വോയിസാണ്. ഈ പറഞ്ഞൊരു ഫോക്ക് ടച്ചുള്ള വോയിസൊക്കെയാണ്, ഫോക്ക് ടച്ചുള്ള പാട്ടുകൾക്ക് പറ്റിയ വോയിസാണ്. അപ്പോൾ അത്ര വോയിസുകൾ വീണ്ടും കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിന് അത്തരം ഗായകരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുകൂടിയാണല്ലോ, അവരെ വീണ്ടും കൊണ്ടുവരണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ AI സാങ്കേതിക വിദ്യക്ക് ഇപ്പോൾ നടന്മാരെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗായകരുടെ ശബ്ദം റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അതിന് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാധനമുണ്ട്. അത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അതിപ്പോൾ ഒരു ഗായകനാവട്ടെ, അഭിനേതാവട്ടെ, സാങ്കേതിക വിദ്യക്ക് അവരെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജൈവികത, സർഗാത്മകത എന്ന് പറഞ്ഞ സാധനം അത് പൂർണ്ണമായിട്ട് AIക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. പാട്ട് പറയുമ്പോൾ പാട്ടിൽ സ്വന്തം സംഗതി ഇടാൻ പറ്റില്ല. അപ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരുന്നൊക്കെ എന്തോ വാർത്ത കേട്ടിരുന്നു, ഉണ്ണികൃഷ്ണൻ കൊണ്ടുവരുന്നൊക്കെ, അത് വ്യാജ വാർത്തയാണെന്ന് പിന്നെ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ ഒരു നടനെ AI വെച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ മമ്മൂട്ടി തന്നെ ഒരു സിനിമയിൽ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ മുഖം റിയാക്ട് ചെയ്യുന്ന പോലെയല്ല, അതേ സിറ്റുവേഷനിൽ വേറൊരു സിനിമയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മമ്മൂട്ടിയുടെ വളരെ ഒരു മാസ്സായിട്ടുള്ള ചില ഒരു റിയാക്ഷനുള്ള ചിരി. ഇപ്പോൾ മുന്നറിയിപ്പ് സിനിമയിൽ അവസാനത്തെ ക്ലൈമാക്സിലൊരു ചിരിയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവളെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു ചിരിക്കുന്നുണ്ട്, ഭയങ്കര ഡബിളിഷ് ആയിട്ടുള്ള ചിരി. അതേ ചിരിയാണോ ഭ്രമയുഗത്തിൻ്റെ പോസ്റ്റർ നമ്മൾ കാണുന്നത് വെച്ചാൽ അങ്ങനെയല്ല, അതിന് വേറൊരു ഇതുണ്ട്. ഇപ്പോൾ AIക്ക് ഇപ്പോൾ പരമാവധി മമ്മൂട്ടിയെ കൊണ്ട് അങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പോലും ഈ ഒരു വളരെ ചെറുതായിട്ടുള്ള ഈ ഡിഫറൻസ് ഒന്നും AIക്ക് സാധിക്കില്ല. അതിന് മനുഷ്യൻ തന്നെ വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ AIയും കലയും, AIയും ക്രിയേറ്റിവിറ്റിയും പരസ്പരം
എൻഹാൻസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഒന്നും മറ്റൊന്നും റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗിൽ AI കൊണ്ടുവരുന്നതിനെതിരെ അമേരിക്കയിൽ സമരം നടന്നുകൊണ്ടോ 2-3 മാസം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബറിൽ വലിയ സമരമായിരുന്നു നടന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പരസ്പരം ടെക്നോളജിയും ക്രിയേറ്റിവിറ്റിയും പരസ്പരം എൻഹാൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അത് ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. AI വരുമ്പോൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ്. അല്ലാണ്ട് ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുമോ അങ്ങനെയുള്ള ആശങ്കയ്ക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മമ്മൂട്ടി സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ മീഡിയ വണ്ണിൽ നിഷാ റാവുത്തറിന് ഒരു AI ഉണ്ടാക്കിയ വിജയിക്കാതെ പോട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ഭംഗിവാക്ക് പോലെ ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ആത്യന്തികമായി വിജയിക്കാതെ പോട്ടെ എന്ന് മനസ്സിൽ പറയാൻ തോന്നുന്നു. കാരണം ഇത് എല്ലാ തരത്തിലുള്ള തൊഴിൽ സേനയും ബാധിക്കാൻ പോകുന്ന ഒന്നാണ് എന്നതുകൊണ്ട് ആ പ്രശ്നം അവിടെ ഉണ്ട്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ കൺഫർമേഷൻ പറഞ്ഞു തോന്നുന്നു, അത് ഇങ്ങനെ കേൾക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്നുണ്ടല്ലോ, അതിൽ 4 ഷോട്ടിന്റെ കാര്യമാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ സിനിമയിൽ വെറും 4 ഷോട്ടിന്റെ കാര്യം പറയുന്നത്. കൃഷ്ണ അത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ പ്ലാൻ ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. നടക്കാത്തതിന്റെ പ്രശ്നമല്ല, ടെക്നിക്കലി അത് സാധ്യമാണ്. ഇനിയിപ്പോൾ ഈ പ്രോജക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ 2 എടുക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, DAG ഉണ്ട്. അത് ഓൾറെഡി ആ ഒരു ടീസറിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് നടക്കാത്ത കാര്യമല്ല, ഇനി ഒരുപാട് സിനിമയിൽ വരികയും ചെയ്യുമായിരിക്കും. AR റഹ്മാൻ്റെ കാര്യത്തിലും AR റഹ്മാൻ നേരത്തെ ജിൻസ് പറഞ്ഞ പോലെ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നതിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 57 വയസ്സായി. 57 വയസ്സായെന്ന് വെച്ചാൽ 31 വർഷം ഇൻഡസ്ട്രിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷവും അവശനായിട്ടിരിക്കുന്നില്ല. ഭയങ്കരമായ അഡാപ്റ്റേഷൻ സ്കില്ലാണ് പുതിയ പുതിയ സംഗതികൾ എങ്ങനെ കൊണ്ടുവരാമെന്ന്. ഇതിപ്പോൾ ഞെട്ടിപ്പോയില്ല, നമ്മളത് വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു പരിപാടി പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമാ സംഗീതജ്ഞരുടെ ഒരു കഥ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള സംഗീത ശാഖകളെ ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതിൽ AR റഹ്മാൻ എടുത്തിട്ടുള്ള ഒരു പ്രയത്നം നമുക്ക് കാണാൻ പറ്റും. അത് ഇവിടുത്തെ കർണാട്ടിക് ഹിന്ദുസ്ഥാൻ സംഗീതത്തിൽ മാത്രം കുടുങ്ങി കിടക്കുന്നില്ല. ലോകത്തെമ്പാടുമുള്ള ആദിവാസി ഗോത്രങ്ങളുടെ വരെ സംഗീതത്തെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുക, വിളക്കി ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായ പ്രോസസ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ലോകത്തെമ്പാടും നിന്നുള്ള അപൂർവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടോ അല്ലെങ്കിൽ സ്കോറൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് വളരെ അപരിചിതമായ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. അത് നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സാണ് കൊണ്ടുവന്നിട്ടാണ് പ്ലേ ചെയ്യുക. അപ്പോൾ അത്രയും വലിയ റിസർച്ചുകൾ നടത്തുന്ന സ്വന്തം സ്റ്റുഡിയോ ഉണ്ട് അദ്ദേഹത്തിന് ചെന്നൈയിൽ. ആ സ്റ്റുഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ഞാൻ എപ്പോഴും ഇതിൻ്റെ റിസർച്ചിൽ മുഴുകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നേരത്തെ പാതിരാത്രിയാണ് പാട്ട് പാടിക്കുന്ന പോലെ പാതിരാത്രിയാണ് പരമാവധി. ഉണ്ണി മേനോൻ പറഞ്ഞേക്കാം, പരമാവധി ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ അർദ്ധരാത്രി വിളിച്ചിട്ടാണ് പാട്ട് പാടാൻ പറയുക. അപ്പോഴാണ് ഏറ്റവും സ്വരം ഗംഭീരമായിരിക്കുക എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ഗായകരെ ചൂസ് ചെയ്യുന്നതിൽ അവരെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലായാലും കൊള്ളാം, ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരുന്ന കാര്യത്തിൽ പുതിയ പുതിയ സംഗീത ശാഖകൾ, ഇപ്പം അറബിക്, പേർഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഖവാലി, ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, എല്ലാ സംഗതികളെയും കൊണ്ടുവരുന്നതിൽ അദ്ദേഹം എപ്പോഴും ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള തിങ്കിങ് ഉള്ള ആളാണ്. അപ്പം പുതിയ കാലത്ത് ഇപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന നമ്മൾ കണ്ടാൽ എന്തുമാത്രം പുതിയ കാലത്തെ ഓരോ ഈ വൻകിട ബാൻഡുകളുടെയൊക്കെ പ്രോഗ്രാം പോലെ തന്നെ 57 വയസ്സിലും അദ്ദേഹം നിന്ന് ചെതറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പരീക്ഷണം നിലയ്ക്ക്. പക്ഷേ അജിൻസ് പറഞ്ഞത് ഇതിൻ്റെ പെർഫെക്ഷനൊക്കെ പ്രശ്നമാണ്. കാരണം ഒരു പാട്ടുകാരൻ അയാൾക്ക് ഒരു ലൈവിൽ പാടുമ്പോൾ അയാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ഇൻപുട്സ് ഉണ്ടല്ലോ, അതൊന്നും AIക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇനി AI വികസിപ്പിച്ച് കൊണ്ടുവരും നമുക്കറിയില്ല. കാരണം നമ്മൾ 10 വർഷം മുമ്പ് കണ്ട ലോകമല്ല ഇത്. നമ്മളൊരു കാലത്തും സാധ്യമാവില്ല എന്ന് വിചാരിച്ച ഒരുപാട് സാങ്കേതിക വിദ്യ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി വിവിധ മേഖലകളിൽ AI ആധിപത്യം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ, മറ്റേതാണ് കോൾ സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 50% അധികം AI തന്നെ കൈകാര്യം ചെയ്യുന്ന സംഗതി വന്നു കഴിഞ്ഞു. ക്ലീനിങ്, പാക്കിംഗ് പോലെയുള്ള ജോലികൾ പലതും AI നിർവഹിക്കുന്ന ഒരുപാട് യൂറോപ്യൻ കമ്പനികളുടെ കഥ ഇപ്പോൾ വായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ന്യൂസ് റൂമിൽ പോലും AI, ഇവിടെ ഇപ്പം മീഡിയ കൊണ്ട് ഒരു ദിവസം AI വാർത്ത വായിച്ചത്. അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്, AIക്ക് നിലപാടെടുക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ടെന്ന കാര്യം ഞങ്ങൾ നിരന്തരമായിട്ട് ഓർമ്മിച്ചു. എവിടെ വന്നാലും ഔട്ട് ഓഫ് ഫോക്കസ് AIക്ക് ഇത്തരം അഭിപ്രായങ്ങൾ അതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻപുട്ട് കളക്ട് ചെയ്തിട്ട് ഒരു സംഗതി പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ തിരക്കഥ എഴുതുന്നു, AI തിരക്കഥ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതെ. അല്ല, ദൃശ്യം അങ്ങനെ എവിടെയോ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ AI ദൃശ്യം 3-ൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങ് തരുന്നത്. ജപ്പാനിൽ അവിടുത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരം കിട്ടിയ ഒരു യുവതി ഇത് AI കൊണ്ട് എഴുതിപ്പിച്ച ഇതാണെന്ന് വെളിപ്പെടുത്തി. അതിപ്പം AIയുടെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രാമ എന്നൊക്കെ ആരോപണമുണ്ട്. പക്ഷേ ഇത് വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു അവിടുത്തെ. അപ്പോൾ AIക്ക് ഇത് ത്രെഡ് കൊടുത്താൽ മതി. ത്രെഡ് കൊടുത്താൽ ആവശ്യമുള്ള പലതരം ക്ലൈമാക്സിന് വേണ്ടി ദീർഘകാലം ആലോചിച്ച് പിന്നെ ക്ലൈമാക്സ് കിട്ടിയെന്ന് പറഞ്ഞ് ഓടേണ്ട കാര്യമില്ല. എമ്പാട് ക്ലൈമാക്സുകളൊക്കെ തരും. അപ്പോൾ അതിനൊരുപാട് സാധ്യതകളുണ്ട്. അത് ഓരോ ദിവസവും വികസിക്കുകയും പുതിയ പുതിയ തലത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്, പഴയ ആളുകളെ വീണ്ടും കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. അതിന് ഈ പറഞ്ഞ പെർഫെക്ഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇനിയും ഒരുപാട് കലാമേഖലയിലും സാധ്യതകളുണ്ട്. അപ്പോൾ AR റഹ്മാനെ പോലുള്ള ആൾക്കാർ അതിൻ്റെ മുന്നിൽ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവുന്നു. AI പിടിമുറുക്കിയില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം.